തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, എങ്ങനെ കാണുന്നു തിരഞ്ഞെടുപ്പ് വിജയത്തെ? യു.ഡി.എഫിന് വലിയൊരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു ജില്ലയിലും സംസ്ഥാനത്തും. വമ്പിച്ച വിജയമാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് നന്ദി പറയുകയാണ്. കാരണം കേരളത്തിൽ ഇതേവരെ ഉണ്ടായിട്ടുള്ള ദുഷ്പ്രവർത്തനത്തിനെതിരായിട്ട് അണപൊട്ടി ജനങ്ങൾ ഇറങ്ങി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അവരൊരു വയലൻ്റ് ആയാലും സൈലൻ്റായിട്ട് ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അവസരം കിട്ടിയപ്പോൾ അവർ കൃത്യമായി അവരുടെ നടപടിയെടുത്തു. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി അവർ വോട്ട് രേഖപ്പെടുത്തി. കേരളം ഒരു വലിയ മാറ്റത്തിലേക്ക് പോവുകയാണ്. മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റാണ് ഇപ്പോഴടിച്ചിട്ടുള്ളത്. അത് ആഞ്ഞു വീശി ഒന്ന് പോയി, അടുത്തത് വരാൻ പോകുന്നതേ ഉള്ളൂ. ജനങ്ങൾ നന്ദികേട് കാണിച്ചെന്നാണ് മുതിർന്ന CPM നേതാക്കളൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് എം.എം. മണിയൊക്കെ പറയുന്നത് പെൻഷനൊക്കെ കൈപ്പറ്റിയിട്ടത് ഇത്തരത്തിൽ തിരിഞ്ഞുകുത്തി എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. അവർ തോൽവി അംഗീകരിക്കാൻ CPM-ന് മടിയുണ്ടെന്ന് തോന്നുന്നു. അവിടം വരെ പറഞ്ഞ് നിർത്തിയാലും നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ജനങ്ങൾ പിറപ്പ് പണി കാണിച്ചു എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ ആ ഭാഷയ്ക്ക് വർത്തമാനം അർത്ഥം വേറെയാണ്. ഞാൻ ആ അർത്ഥം പറയുന്നതേയില്ല. ഞാൻ ചോദിച്ചു, ഒരു പബ്ലിക് പൊസിഷനിൽ ഇരിക്കുന്ന ആൾ, ഒരു പൊതുപ്രവർത്തകൻ, അങ്ങനെ ജനങ്ങളെ പുച്ഛത്തോടു കൂടി കാണാമോ? ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാമോ? മലയാളി ആത്മാഭിമാനിയാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ഏത് കോണ്ടിനെൻറ്റിൽ പോയാലും ശരി അവർ ജോലി ചെയ്ത് ജീവിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഈ നാട്ടിലില്ലെങ്കിൽ മറ്റൊരു നാട്ടിൽ, മറുനാട്ടിൽ അവർ പോകും. പക്ഷേ അവരുടെ ആത്മാഭിമാനം പണയം വെച്ച് അവർ പോകില്ല. ആ ആത്മാഭിമാനത്തെയാണ് എം.എം. മണി ചോദ്യം ചെയ്തിരിക്കുന്നത്. സാർ, കോട്ടയത്തെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുണ്ടായ തിരിച്ചടി വലിയ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. താഴെത്തട്ടിലും അല്ലെങ്കിൽ പൊതുവെ അവർ UDF-ലേക്ക് മടങ്ങി വരണമെന്നുള്ള ആവശ്യവും മുറവിളിയൊക്കെ കേൾക്കുന്നുണ്ട്. അത്തരം മുറവിളികൾ എവിടെ നിന്നാലും തിരുവഞ്ചൂർ കേൾക്കുന്നുണ്ടോ? മുറവിളിയൊക്കെ കേൾക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ അവരാ തീരുമാനം എടുക്കേണ്ടത്. അത് അവരുടെ കണ്ണ് തുറന്ന് അവർ ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ മനസ്സിലാക്കട്ടെ. ഈ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചിട്ടും അവർക്കിത് മനസ്സിലാകുന്നില്ല. പിന്നെ നമ്മളെങ്ങനെ ബോധ്യപ്പെടുത്താനാ? അതാ അവർക്ക് മനസ്സിലാകട്ടെ. അവരുടെ കാര്യം, അവരുടെ തീരുമാനം. ആ തീരുമാനത്തിൻ്റെ മേൽ സ്വാധീനിക്കാൻ ഞങ്ങളില്ല. അവർക്ക് അവരുടേതായ നിലപാടെടുക്കാം. പക്ഷേ ജനങ്ങൾ വളരെ ശക്തിയായ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ്. അവരുടെ ഒപ്പം നിൽക്കുന്ന ജനവിഭാഗം അവരാണ് ഏറ്റവും കൂടുതലിനകത്ത് ശക്തിയോടുകൂടി റിയാക്ട് ചെയ്തിട്ടുള്ളത്. അത് കണ്ണുള്ളവൻ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ. എന്തായാലും തെരഞ്ഞെടുപ്പ് വിജയം അംഗീകരിക്കാൻ CPM നേതാക്കൾ തയ്യാറാക്കണം. ജനങ്ങളെ അധിക്ഷേപിക്കുന്ന നടപടി ഒഴിവാക്കണമെന്ന് തിരുവഞ്ചൂർ പറയുന്നു. അതോടൊപ്പം ജോസ് കെ മാണിയും കൂട്ടരും സ്വന്തം നിലപാട് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടതെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കുന്നു. കോട്ടയത്തു നിന്നും അനന്ത് സുരേഷിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1.